യുദ്ധഭീതിയിൽ പശ്ചിമേഷ്യ, വെനസ്വേലയ്ക്ക് പിന്നാലെ ഇറാനെതിരെയും US സൈനിക നടപടി ഉടൻ ആരംഭിച്ചേക്കുമെന്നാണ് വിവരം. US-ന്റെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് നീങ്ങുന്നു. MG മിഥുൻ വിവരങ്ങളുമായി ചേരുകയാണ്. മിഥുന്, നേരത്തെ മുതൽ തന്നെ ഇത്തരം ചില ഭീഷണികളുണ്ട്. പക്ഷേ ഇടയ്ക്ക് അമേരിക്ക ഒന്ന് പിന്മാറിയിരുന്നു. അത് റഷ്യയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട്, ഇസ്രായേലിൻ്റെ ചില മുന്നറിയിപ്പുകളുമായി ബന്ധപ്പെട്ടൊക്കെ ആയിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ വീണ്ടും മാറി മറിയുകയാണോ? അമേരിക്ക യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണോ? രഞ്ജിത്ത്, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പശ്ചിമേഷ്യ വീണ്ടും നീങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. നേരത്തെ തന്നെ നമുക്കറിയാം US-ന്റെ വാർഷിപ്പുകളൊക്കെ ഇറാൻ്റെ തീരത്തോട് അല്ലെങ്കിൽ ഇത്തരത്തിൽ കടലിലൊക്കെ വിന്യസിച്ചിരുന്നു നമ്മൾ കാണുകയും ചെയ്തതാണ്. അതിന് പിന്നാലെ റഷ്യയുടെയൊക്കെ ഒരു ഇടപെടൽ വന്നതിന് ശേഷമായിരുന്നു സാമ്പത്തികമായിട്ടുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ ഊർജ്ജ മേഖലയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ട് വലിയ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് ഇറാനെ വീഴ്ത്താമെന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ അങ്ങനെ ഒരു നീക്കത്തിലേക്ക് അമേരിക്ക കടക്കുകയും ചെയ്ത് പിന്നാലെ US പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കി അത്തരത്തിലൊരു സൈനിക അട്ടിമറിയോ അങ്ങനെയുള്ളൊരു സാഹചര്യമോ ഉണ്ടാകില്ല, യുദ്ധ സമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നുള്ളതും, അങ്ങനെ അമേരിക്ക വീണ്ടും പിൻവാങ്ങുന്നു എന്ന രീതിയിലൊക്കെ ആയിരുന്നു കാര്യങ്ങളുണ്ട്. എങ്കിൽ ഇപ്പോൾ ആ സ്ഥിതികൾ മാറുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലും വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ കൂടി ഒരു യുദ്ധത്തിൻ്റെ പ്രതീതി സൃഷ്ടിക്കുന്ന തരത്തിൽ വാർഷിപ്പുകൾ മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതാണ്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ അതിൽ ഈ US-ന്റെ വാർഷിപ്പിന് പുറമെ തന്നെ ചൈനയുടെയും ഒപ്പം തന്നെ റഷ്യയുടെയും വാർഷിപ്പുകൾ കൂടി ഇത്തരത്തിൽ ഇറാൻ്റെ തീരത്തേക്ക് എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് ഒരു രക്ഷാകവചം ഒരുക്കുക എന്ന രീതിയിൽ തന്നെയാണ് മറ്റ് സഖ്യകക്ഷികളുടെ ഭാഗത്തു നിന്നുണ്ടാവുകയും ചെയ്യുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ചർച്ചകൾ ഇനി ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഇറാനെതിരെ വെനസ്വേലയിൽ സ്വീകരിച്ച അതേ നടപടി US-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിനിടെ ഖമനേയി ഭരണകൂടത്തിനെതിരായിട്ടുള്ള ഈ ജനങ്ങൾ തെരുവിലിറങ്ങിയുള്ള പ്രതിഷേധം ഇപ്പോഴും അടക്കാൻ ഖമനേയിയെ സംബന്ധിച്ച് സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് ഇപ്പോഴും അനന്തമായി ഇങ്ങനെ നീണ്ടുകൊണ്ടിരിക്കുന്നു. ഏകദേശം ഈ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് 20,000-ലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കൊടിയ പീഡനം ഇത്തരത്തിൽ ജയിലിലാക്കപ്പെട്ടവർക്ക് നേരിടേണ്ടി വരുന്നു എന്നടക്കമുള്ള ചില റിപ്പോർട്ടുകൾ കൂടി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് വളരെയധികം തണുപ്പുള്ള കാലഘട്ടമാണ് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച്. അപ്പോൾ ജയിലിൽ അതിക്രൂരമായിട്ടുള്ള നടപടികൾ ഈ അക്രമികൾക്കെതിരെ അല്ലെങ്കിൽ ഈ അറസ്റ്റിലായിട്ടുള്ള ജനങ്ങൾക്കെതിരെ ഭരണകൂടം സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചില വിമർശനങ്ങളും അത്തരത്തിലുള്ള ചില ആരോപണങ്ങളും ഉയർന്നു വരുന്നുണ്ട്. മറ്റൊന്ന്, മൃതദേഹങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള ഈ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന അനുസരിച്ച് അല്ലാതെ അതിലും കൂടുതൽ ആളുകൾ ഇറാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. സ്ഥിതി അതിസങ്കീർണമായി തുടരുന്നു എന്നുള്ളതാണ്. ജനജീവിതം കൂടുതൽ ദുസ്സഹമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. നിലവിലെ സാഹചര്യത്തിൽ ഈ മറ്റു ഉപരോധങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഏർപ്പെടുത്തുകയും അങ്ങനെ, അതായത് അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇറാനിൽ നേരത്തെ തന്നെ ചില യുദ്ധക്കപ്പൽ ഇറാൻ കേന്ദ്രീകരിച്ച് യാത്ര ആരംഭിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ കപ്പലുകൾ അങ്ങോട്ടേക്ക് എത്തുന്നു. ഒപ്പം മിഥുൻ, റഷ്യയുടെയും ചൈനയുടെയും മറ്റും പ്രതിരോധം ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ആക്രമണം ഉണ്ടായാൽ സംഭവിച്ചാൽ അത് വല്ലാത്തൊരു അസ്വസ്ഥതയ്ക്ക് കാരണമാകും. സംശയമില്ല, ഗൗരവതരമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യും. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. അതായത് നമുക്ക് നേരത്തെ അറിയാം, അതായത് ഇസ്രായേലിൻ്റെ ഒരു അധിനിവേശം, ഇത്തരത്തിൽ ഇറാനെതിരെ ഒരു ആക്രമണം ഉണ്ടാകുന്ന ആ ഒരു വേളയിൽ തന്നെ ഇത്തരത്തിൽ റഷ്യയുടെ ഒരു പിന്തുണ ഇറാന് കൃത്യമായി ലഭിക്കുകയും ചെയ്യുന്നു. അതിന് പിന്നാലെ ഏകദേശം 6 മാസം കൊണ്ട് തന്നെയായിരുന്നു ആ ഒരു പ്രതിസന്ധിയിൽ നിന്ന് അല്ലെങ്കിൽ US-ന്റെ ഭാഗത്തു നിന്നും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ആക്രമണങ്ങളിൽ നിന്ന് ഇറാൻ കയറിയതിനു പിന്നിൽ അല്ലെങ്കിൽ അതിന് മുൻപന്തിയിൽ സഹായ വാഗ്ദാനവുമായി രംഗത്തെത്തിയത് റഷ്യ തന്നെയായിരുന്നു. അതായത് ഈ US-ന് നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് US-ന് ഒരു മേൽക്കൈ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ രാജ്യങ്ങളെയൊക്കെ ഏതെങ്കിലും തരത്തിൽ മറ്റു രാജ്യങ്ങളുടെ ഒരു ആക്രമണം ഉണ്ടായി US അവരെ പിന്തുണയ്ക്കും അല്ലെങ്കിൽ അവർക്ക് ഒരു രക്ഷാകവചം ഒരുക്കുമെന്നുള്ള ഒരു ചിന്ത നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ അത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചതോടുകൂടി അത്തരത്തിലുള്ള ഗൾഫ് രാജ്യങ്ങളിൽ ആ ഒരു വിശ്വാസ്യത നഷ്ടപ്പെടുകയും ആ വേളയിൽ റഷ്യയുടെ ഒരു കടന്നുവരവ്, അതായത് വ്ളാഡിമിർ പുടിൻ തന്നെ അവിടുത്തെ മറ്റ് ഭരണാധികാരികളുമൊക്കെയായി കൂടിക്കാഴ്ചകൾ നടത്തുന്നു, കൂടുതൽ കരാറുകളിൽ ഏർപ്പെടുന്നു. അങ്ങനെ സാമ്പത്തിക രംഗത്തും പ്രതിരോധ രംഗത്തും ഒക്കെ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയും അതിൽ കൂടുതൽ കരാറുകളിലേക്ക് ഏർപ്പെടുന്നത് നമ്മൾ കാണുകയും ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും US-ന്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ റഷ്യയുടെ രീതിയിലുള്ള ഒരു രക്ഷാകവചം ഇറാന് ലഭിക്കുമെന്നുള്ളത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു സൈനിക അട്ടിമറിയിലേക്കോ അല്ലെങ്കിൽ ഒരു സൈനിക നീക്കത്തിലേക്കോ US കടന്നേക്കില്ല എന്നുള്ളത് തന്നെയാണ്. പക്ഷേ വൈറ്റ് ഹൗസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് US-ന്റെ യുദ്ധക്കപ്പലുകൾ ഇറാൻ തീരത്തേക്ക് അടുക്കുന്നു. ഉടനടി തന്നെ ഒരു സൈനിക നടപടിയിലേക്ക് US കടക്കുമെന്നുള്ള സൂചനകളാണ് അവർ നൽകുകയും ചെയ്തത്. അത്രത്തോളം സാധ്യമാകുമെന്നുള്ളത്
നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതിൽ മറ്റ് രാജ്യങ്ങളുടെ ഇടപെടലൊക്കെ ഉണ്ടാകുമ്പോൾ അത് പശ്ചിമേഷ്യ സംബന്ധിച്ച് മറ്റൊരു യുദ്ധ ഭീതിയിലേക്ക് പോകാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയം മറ്റ് രാജ്യങ്ങൾക്കുമൊക്കെ ഉണ്ട്. അതായത് ഇറാനെ സംബന്ധിച്ച ഏറ്റവും കൂടുതൽ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിൽ ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു രാജ്യത്തിന് മേൽ ഇത്രയും കടുത്ത ഉപരോധവുമായി അല്ലെങ്കിൽ കടുത്ത നടപടിയുമായി യുഎസിന്റെ ഭാഗത്തുനിന്നൊരു നീക്കമുണ്ടായാൽ അത് മറ്റു രാജ്യങ്ങളും അക്കാര്യത്തിൽ കൃത്യമായ ഇടപെടലുണ്ടാകും, പ്രത്യേകിച്ച് റഷ്യയും ചൈനയും എന്നുള്ളത് തന്നെയാണ്. നിലവിൽ യുഎസിന്റെ യുദ്ധക്കപ്പൽ അങ്ങോട്ടേക്ക് ഇറാന്റെ തീരം ലക്ഷ്യമാക്കി നീങ്ങുന്നു. ഉടനടി തന്നെ ഒരു അട്ടിമറി, സൈനിക അട്ടിമറി ഇത്തരത്തിൽ യുഎസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നുള്ള വിവരങ്ങളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തുവരുന്നത്. തീർച്ചയായും അതാണ് വിവരം. ഏതായാലും പശ്ചിമേഷ്യയിൽ സാഹചര്യങ്ങൾ ഒട്ടും സുഖകരമല്ല എന്നുള്ളതാണ്.